തീരുവ യുദ്ധം ആയുധമാക്കിക്കൊണ്ട് ഇന്ത്യക്ക് ഉൾപ്പെടെ തന്നെ പണി കൊടുക്കാൻ തുനിഞ്ഞിറങ്ങുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേപോലെ US സുപ്രീം കോടതി വിധി അനുസരിച്ചുകൊണ്ട് പുതിയ ടാരിഫ് ഘടന നിലവിൽ വരുന്നതുവരെ ഇന്ത്യ-US വ്യാപാര കരാറിൽ ഒപ്പിടൽ അത് നിർത്തിവെക്കുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തീരുവ നയം US സുപ്രീം കോടതി റദ്ദാക്കി ഏകദേശം ഒരു മാസം പിന്നിടുമ്പോൾ മറ്റൊരു രൂപത്തിൽ തീരുവ ഏർപ്പെടുത്തും എന്നതാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലൂടെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള വമ്പൻ പണി അല്ലെങ്കിൽ ഒരു കെണി ഒരുക്കാനാണോ ട്രംപ് ഇക്കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നതാണ് ചോദ്യചിഹ്നമായി ഇവിടെ ഉയരുന്നത്. സോഷ്യൽ മീഡിയയിലെ അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഏർപ്പെടുത്തിയ പരസ്പര ടാരിഫുകൾ റദ്ദാക്കിക്കൊണ്ട് US സുപ്രീം കോടതി വിധി വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ ഈ തീരുമാനം ഇവിടെ വന്നിരിക്കുന്നത്. വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ചുകൊണ്ട് ന്യൂഡൽഹി നിലവിൽ വാഷിംഗ്ടണുമായി തന്നെ ചർച്ചകൾ നടത്തി വരികയാണ് എന്നതാണ് ഇപ്പോൾ വാണിജ്യ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തന്റെ US-നെ കാലാകാലങ്ങളിലായി തന്നെ ചൂഷണം ചെയ്യുന്ന വിദേശ രാജ്യങ്ങൾക്കും കമ്പനികൾക്കും ട്രില്യൺ കണക്കിന് ഡോളർ അവിടെ നേടിക്കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതായിരുന്നു കോടതി വിധി വന്നത്. ഇതിലൂടെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഈ വിധി വിദേശ രാജ്യങ്ങളെ സന്തോഷിപ്പിച്ചെങ്കിൽ പോലും കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റൊരു രൂപത്തിൽ തീരുവ ഈടാക്കാൻ തനിക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നും അതിനായുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുവാനും മറ്റു രാജ്യങ്ങളുടെ അന്യായമായ സാമ്പത്തിക നയങ്ങളെ നേരിടാൻ പോലും തന്റെ സർക്കാർ തുടരുന്നതായി തന്നെ അതിൽ ശ്രമം നടക്കുന്നു എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും എതിരെ തന്നെ അമേരിക്കയുടെ പുതിയ അന്വേഷണം പുതിയ തീരുവകൾ ഏർപ്പെടുത്തുന്നതിനുള്ള വഴികൾ അത് തേടുന്നതിന്റെ ഭാഗമായി തന്നെ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള പ്രധാന വ്യാപാര പങ്കാളികൾക്കെതിരെ അമേരിക്ക പുതിയ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. US ട്രേഡ് റെഫറൻസ് ഓഫീസാണ് കഴിഞ്ഞ ആഴ്ച ഈ അന്വേഷണം പ്രഖ്യാപിച്ചത്. ചൈന, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, അതേപോലെ മോസ്കോ എന്നിവയുൾപ്പെടെ തന്നെ 16 രാജ്യങ്ങൾക്കെതിരെയാണ് അന്യായമായ വ്യാപാര രീതികൾ ആരോപിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല ആഭ്യന്തര ആവശ്യകതയേക്കാൾ കൂടുതലായി തന്നെ ഉൽപാദനം നിർമ്മിക്കുന്ന രാജ്യങ്ങളെയാണ് പ്രധാനമായും തന്നെ ലക്ഷ്യമിടുന്നത് എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ സബ്സിഡികൾ, നാണയ വിനിമയത്തിലെ തന്നെ കൃത്രിമത്വം, കുറഞ്ഞ വേതനം, പരിസ്ഥിതി, തൊഴിൽ നിയമങ്ങളിലെ വിട്ടുവീഴ്ചകൾ എന്നിവയുടെ പ്രധാനമായി തന്നെ ഈ രാജ്യങ്ങൾ അന്യായമായ ലാഭം നേടിയിട്ടുണ്ടോ എന്നതാണ് ഉദ്യോഗസ്ഥർ ഇതിലൂടെ പരിശോധിക്കുന്നത്. പുതിയ നികുതികൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. നിലവിലെ താൽക്കാലിക ടാരിഫുകളുടെ കാലാവധി ജൂലൈയിൽ അവസാനിക്കുന്നതിന് മുൻപേ തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കാൻ പുതിയ നടപടികൾ ശുപാർശ ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വേനൽക്കാലത്ത് തന്നെ അമേരിക്കയിൽ പുതിയ ഇറക്കുമതി നികുതികൾ നിലവിൽ വന്നേക്കാമെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.